കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും സർവകക്ഷി യോഗത്തിൽ നിന്നും വിട്ടുനിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിൽ വിമർശനവും ഉയരുന്നുണ്ട്. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് റാലിയാണോ വലുതെന്നായിരുന്നു പ്രതിപക്ഷത്ത് നിന്ന് ചോദ്യമുയർന്നത്. ബീഹാറിൽ മോദിയുടെ പരിപാടി നടക്കുന്നതിനാൽ JDU നേതാക്കളും യോഗത്തിനെത്തിയില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ആഴ്ച മുൻപ് കാശ്മീരിലെത്തിയപ്പോൾ സ്ഥിതി വിലയിരുത്തിയില്ലേ എന്നും ചോദ്യമുയർന്നു. സേനയിലെ അംഗബലം കുറവായത് സൈനിക വിന്യാസത്തിന് തടസ്സമായോ എന്നും പ്രതിപക്ഷം ചോദിച്ചു. അതേസമയം സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ പരോക്ഷമായി സമ്മതിക്കുന്ന സ്ഥിതിയുണ്ടായെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സ്ഥിതിഗതികൾ വിശദീകരിച്ച ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറുടെ പരാമർശമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അമർനാഥ് തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കുമായി ജൂണിലാണ് തുറന്നു കൊടുക്കാറുള്ളത്. ഇത്തവണ ഏപ്രിലിൽ തന്നെ തുറന്നു. എന്നാൽ ഇക്കാര്യം സുരക്ഷാ സേനയെ അറിയിക്കാതിരുന്നതിനാൽ സേനാവിന്യാസം ഉണ്ടായിരുന്നില്ലെന്ന് IB സ്പെഷ്യൽ ഡയറക്ടർ സമ്മതിച്ചതായി മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഹാരിസ് ബീരാൻ MP പറഞ്ഞു. വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കുകയല്ലേ എന്ന് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചോദിച്ചു. സർക്കാർ അറിഞ്ഞില്ലെങ്കിലും ബൈസരൻ വാലി തുറന്നത് തന്റെ മണ്ഡലത്തിലെ ടൂർ ഓപ്പറേറ്റർ വരെ അറിഞ്ഞെന്ന് NCP നേതാവ് സുപ്രിയ സുളെ പറഞ്ഞു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പിന്നീട് മറുപടി നൽകാമെന്നാണ് സർക്കാർ അറിയിച്ചത്. ഭീകരാക്രമണത്തെ അപലപിച്ച് ജമ്മു കാശ്മീരിലും സർവകക്ഷി യോഗം പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് യോഗം വിളിച്ചത്. അതിനിടെ ഭീകരാക്രമണം സംബന്ധിച്ച് മുമ്പ് അമിത്ഷായും മോദിയും നടത്തിയ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാവില്ലെന്ന അമിത്ഷായുടെ പ്രഖ്യാപനവും സൈന്യവും സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലല്ലേ, പിന്നെ എങ്ങനെ ഭീകരർ അതിർത്തി കടന്നുവന്നുവെന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദിയുടെ പ്രസംഗവുമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെതിരായ വിമർശനമെന്ന നിലയിൽ വൈറലാവുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.